പരമാനന്തമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യ. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം നിർമ്മലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. അമൃതാത്മാക്കളെ, ഭഗവത്ഗീതയെ പരിചയപ്പെടുത്തുവാനാണ് സംഘാടകർ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് വളരെ വൈഷമ്യമുള്ള ഒരു കാര്യമാണെന്ന് നിങ്ങൾക്കറിയാം, വിളിച്ചവർക്കും കേൾക്കുന്നവർക്കും. കാരണം ഗീത നിങ്ങൾ നന്നായി പരിചയപ്പെട്ട പുസ്തകമാണ്. എങ്കിലും പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പരിചയപ്പെട്ട രീതിയിലല്ലാതെ ഗീതയെ പരിചയപ്പെടുവാൻ കഴിഞ്ഞേക്കുമെന്ന ഒരു ശങ്ക അതിലില്ലേ എന്ന് ഞാൻ ശങ്കിച്ചു. അതുകൊണ്ട് ഞാൻ സമ്മതിച്ചതാണ്. ഗീതയെ നന്നായി പരിചയമുള്ളവരോട് ഗീതയെക്കുറിച്ച് പരിചയപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ പരിചയപ്പെട്ട രീതിയിലല്ലാതെ ഗീതയെ സമീപിക്കാൻ കഴിയുമായിരിക്കണം. എന്തായാലും നിങ്ങളുടെ വിഷയം തെരഞ്ഞെടുക്കലിൽ തന്നെ അങ്ങനൊരു ലക്ഷ്യമുള്ളപ്പോൾ ഞാൻ അങ്ങനെ പരിചയപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. മഹാഭാരത അന്തർഗതമായ ഗീത ഒട്ടേറെ പഠനങ്ങൾക്ക് വിധേയമായി കഴിഞ്ഞിട്ടുള്ള ഗ്രന്ഥമാണ്. അതുകൊണ്ട് അവയെക്കുറിച്ചുള്ള പ്രസ്താവയോഗ്യങ്ങളായ പഠനങ്ങളെല്ലാം ഒരു കാര്യത്തിൽ സമമാണ്. മഹാഭാരത യുദ്ധക്കളത്തിൽ ബന്ധുക്കളെ കണ്ട് പരിക്ഷീണനായ നിന്ന അർജുനൻ ഞാൻ യുദ്ധം ചെയ്യുകയില്ലെന്നും രാജ്യം എനിക്ക് വേണ്ടെന്നും പറഞ്ഞ് വിലപിക്കുമ്പോൾ അർജുനനെ മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത ഉപദേശിച്ച് ഭഗവാൻ സമ്മോഹത്തിൽ നിന്ന് മാറ്റുകയും മോഹം നഷ്ടമായ അർജുനൻ ഒരിക്കൽ താഴെ വീണതും പിന്നീട് ഒരിക്കൽ ബോധപൂർവം വലിച്ചെറിഞ്ഞതുമെന്ന് ഗീതയിൽ തന്നെ സൂചിപ്പിക്കുന്ന ഗാന്ധിവം കയ്യിലെടുത്ത് ഭഗവാന്റെ വചനത്തെ അംഗീകരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുകയും ധീരനായി രാജ്യം നേടുകയും ചെയ്തു എന്ന രീതിയിൽ മിക്കവാറും നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഗീതയുടെ സാരാംശം ഇത്രയുമാണ്. ശരിയായിരിക്കുന്നു വിചാരിക്കാം. അതിൽ ഒന്നാമത്തെ പാദമായ ബന്ധുക്കളെ കണ്ട് അർജുനൻ തളർന്നു വീണു എന്നത് സമാദരണീയമായ ഭഗവത്ഗീതയിലെ വാക്കുകൾക്ക് വിരുദ്ധമാണ്. അവിടെയാണ് ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ അർജുനൻ ബന്ധുക്കളെ കണ്ടല്ല തളർന്നു വീണത്. ഒന്നാം പാദം ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ ആദ്യമുള്ള വിയോജിപ്പ് തന്നെ ഞാൻ സൂചിപ്പിക്കാം. വിയോജിപ്പ് നിങ്ങളിൽ വികാരങ്ങൾ ഉണ്ടാക്കും എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു. കാരണം ഗീതയും ഗ്രന്ഥങ്ങളുമൊക്കെ ഭാരതീയൻ ഇന്ന് വിചാരത്തിന്റെ സരണിയല്ല, വികാരത്തിന്റെ സരണിയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ തെല്ല് സാവകാശം സംശയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം. എനിക്കറിയുന്നവ പറഞ്ഞിട്ട് ഞാൻ പോവുകയുള്ളൂ എന്ന് ഉറപ്പും തരാം. ഒന്നാമത്തെ ഭാഗമായ അർജുനൻ ബന്ധുക്കളെ കണ്ട് തളർന്നു വീണു എന്നത് ഗീതയ്ക്ക് സമ്മതമല്ല എന്നാണ് എന്റെ ആചാര്യന്മാർ എന്നെ പഠിപ്പിച്ചത്. രണ്ട്, ഭഗവാന്റെ വചനങ്ങൾക്ക് വിരുദ്ധമായാണ് അർജുനൻ ആയുധം ഉയർത്തിയതും യുദ്ധം ചെയ്തതും.
ഗീത മാത്രമല്ല, മഹാഭാരതവും വേദങ്ങളും ഭാരതീയനെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന് ഉറച്ചു വിശ്വസിച്ച ഒരു പാരമ്പര്യവും അവർ പഠിപ്പിച്ച ഗീതയുമാണ് എനിക്കറിയുന്നത്. അപ്പൊ ഈ രണ്ട് വിയോജിപ്പുകൾ ധാരാളം മതിയാവും ഗീതയെ പുതുതായി പരിചയപ്പെടാൻ. വിയോജിപ്പുകൾ ഇനിയും വേറെ ഉണ്ട്. അത് മുഴുവൻ പൂർത്തിയാക്കാൻ എനിക്ക് സമയം അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. ഇത്രയും വിശദീകരിക്കാൻ തന്നെ സമയം ഉണ്ടാവുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അപ്പൊ ഈ രണ്ട് അംശങ്ങളിൽ നിന്ന് ഗീതയെ ഒന്ന് പരിചയപ്പെട്ടു നോക്കാം എന്ന് വിചാരിക്കുകയാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് സംഘർഷം തുടങ്ങിയിട്ടുണ്ടാവും. രണ്ട് പ്രബലങ്ങളായ ഗീതാചിന്തകളെയാണ് വാക്കുകൊണ്ട് ആദ്യം നിഷേധിക്കുന്നത്. തെളിവുകൾ വേണമെന്ന് എനിക്കറിയാം, ഞാൻ പറയുകയും ചെയ്യാം. ഞാൻ പറയുന്ന തെളിവുകൾ ഗീതയ്ക്കകത്തുനിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഭഗവത്ഗീതയിൽ നിന്നും മഹാഭാരതത്തിൽ നിന്നും മാത്രം വേണ്ടത്ര തെളിവുകൾ നിരത്തി ആചാര്യന്മാർ ഇത് സ്ഥാപിച്ചിട്ടുണ്ട് വളരെ മുമ്പേ തന്നെ. പാരമ്പര്യ സമ്പ്രദായങ്ങളിൽ ഗീത മറ്റൊരു നിലയിലുള്ള ഗ്രന്ഥമാണ്. സകല യുദ്ധങ്ങൾക്കുമുള്ള അനുമതി നിഷേധിക്കുന്ന ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അതുകൊണ്ടാണ് യുദ്ധക്കളത്തിന്റെ മധ്യത്തിൽ വെച്ചത് ഉപദേശിച്ചത്. അതുകൊണ്ടാണ് ആയുധം കയ്യിലെടുക്കാത്ത ഒരു തേരാളി ഗീത ഉപദേശിച്ചത്. തന്റെ ജീവിതത്തിൽ ആ യുദ്ധക്കളത്തിന്റെ മധ്യത്തിലും ഗുരുകുലം മാത്രമേ ഉള്ളൂവെന്നും യുദ്ധം തനിക്കില്ലെന്നും യുദ്ധത്തിലേക്ക് ഒരിക്കലും ഒരാളും പോകരുതെന്നും യുദ്ധകളത്തിലും സമാധാനത്തിനാണ് പ്രസക്തി എന്ന് ലോകരെ ബോധ്യപ്പെടുത്തുവാൻ സമാധാനത്തിന്റെ സർവകാലത്തെയും ചിഹ്നമായ വെള്ളകളായ കുതിരകളോടുകൂടിയ രഥത്തില് എത്തിയതും. ഞാൻ നിർത്തുന്നത് നിങ്ങളുടെ വികാരം ഒന്നറിയാനാണ്. ഏത് ഞാൻ പറയുമ്പോഴാണ് നിങ്ങൾ എന്നോട് ഇറങ്ങി പുറത്ത് എന്ന് പറയുന്നത് എന്ന് അത്രയും ക്ഷമ നിങ്ങൾക്കുണ്ടാകുന്നത് അത്ഭുതമായി തന്നെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് പറയാൻ മടി കാണിക്കണമെന്നില്ല. വിളിച്ചപ്പോഴും ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ പഠിച്ച ഗീതയെയല്ല ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നു. രണ്ട് കാര്യങ്ങൾ മാത്രം വെച്ചാണ് ഇപ്പൊ തുടങ്ങുന്നത്. ഭാരതീയ ചിന്തയ്ക്ക് രണ്ട് പക്ഷമുണ്ട്. ഒന്ന് ദൃശ്യങ്ങളെ പറ്റി പഠിക്കുന്ന പക്ഷം, രണ്ട് ദിക്കിനെ അറിയുന്ന പക്ഷം. ദൃശ്യങ്ങളെ പറ്റി പഠിക്കുവാനൊരുങ്ങുമ്പോൾ അത് ശാസ്ത്രത്തിന്റെ ഭൗതിക തലമാണ്. അതെങ്ങനെ നോക്കുന്നുവോ അങ്ങനെ ശാസ്ത്രങ്ങൾ ഉണ്ടാവും. ഏത് തരത്തിലുള്ള വ്യക്തി നോക്കുന്നുവോ അതിനനുസരിച്ച് ശാസ്ത്രചിന്ത മാറും. എല്ലാം സത്യമാണ്, ഒന്നും സത്യമല്ല എന്നുള്ളതാണ് ദൃശ്യത്തെ പഠിക്കുമ്പോഴുള്ള നിയമം. സ്റ്റഡി ഓഫ് ദ വിസിബിൾസ് ഇൻ ടേംസ് ഓഫ് ദ കാൽക്കുലബിൾസ് എന്നതിനെ നിർവചിക്കാമെന്ന് തോന്നുന്നു. നിർവചനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. സ്റ്റഡി ഓഫ് ദ വിസിബിൾസ് ഇൻ ടേംസ് ഓഫ് ദ കാൽക്കുലബിൾസ്. ഊർജതന്ത്രവും രസതന്ത്രവും ജീവശാസ്ത്രവും ഒക്കെ മനുഷ്യൻ പഠിക്കുമ്പോൾ അതാതിന്റെ നിഗമനിക രീതികളിൽ അനേകം ഉത്തരങ്ങൾ കിട്ടും. അവയെല്ലാം ഭാരതം ധർമ്മം എന്ന് പ്രജയെ ധരിക്കുന്നത് കൊണ്ട് നിർവചിക്കുകയും ചെയ്യും. അവ മൊത്തം ധർമ്മമാണ്. അങ്ങനെ ഈ പ്രപഞ്ചത്തെ തന്റെ പൂർവവാസനകളിലൂടെ നോക്കിക്കണ്ട അനേക ധർമ്മികൾ ഒന്നിച്ചെത്തിയിരിക്കുന്ന ഒരു സ്ഥലം. ഒപ്പം ജീവിത കാലഘട്ടത്തിന്റെ വ്യത്യസ്ത വേളകളിൽ വ്യത്യസ്ത ധർമ്മങ്ങളെ സ്വീകരിച്ച് സംഘർഷത്തിലെത്തിയിരിക്കുന്നവൻ വന്നെത്തിയിരിക്കുന്ന തലം.
മനുഷ്യന്റെ ജീവിതകാലം മുഴുവൻ ഈ ദൃശ്യപ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ അവൻ ഒരു ശരിയല്ല ഉള്ളത്. നിങ്ങളെ തന്നെ നോക്കിയാൽ അത് കിട്ടുമെന്നാ തോന്നുന്നത്. ഒരു കാലത്ത് നിങ്ങൾ ശരിയെന്ന് വിശ്വസിച്ച ശാസ്ത്ര സത്യങ്ങൾ പിന്നൊരു കാലത്തെ വികാരത്തിന് വഴിമാറിക്കൊടുത്തിട്ടുണ്ട്. Am I right? അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ വിചാരിക്കുന്നവ നാളെ മാറില്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഏതാണ്ട് പുരുഷായുസിന്റെ 119 വയസ്സിലെത്തി നിൽക്കുന്ന ഒരു വയോവൃദ്ധൻ യുവാവിനെ പോലെ ആയുധങ്ങളുമേന്തി കൊല്ലാനെത്തിയിരിക്കുകയാണ്. 119 സംവത്സരങ്ങൾ താൻ വച്ചു പുലർത്തിയ ആശയങ്ങളെല്ലാം പരസ്പര ഭിന്നങ്ങളാണ്, ഒന്നല്ല. അയാൾ ഉപദേശിച്ചാൽ എങ്ങനെ സമൂഹം ശരിയാവും? അയാൾക്ക് ധർമ്മത്തെ പറ്റി അറിയാം, അധർമ്മത്തെ പറ്റി അറിയാം. ധർമ്മത്തെ പറ്റി ഒരിക്കൽ അയാൾ പറഞ്ഞതല്ല പിന്നൊരിക്കൽ പറയുന്നത്. അയാൾ സ്വജീവിതത്തിൽ കാണിച്ചതല്ല പിന്നീട് താൻ ശരശയ്യയിൽ ഉത്തരായനവും കാത്തുകിടക്കുമ്പോൾ പൗത്രനോട് പറഞ്ഞത്. കാശി രാജ്യത്തെ സ്വയംവര മണ്ഡപത്തിൽ സർവാംഗ സുന്ദരികളും സർവാഭരണ വിഭൂഷിതകളുമായ അമ്പയും അംബികയും അംബാലികയും കയ്യിൽ വരണമാല്യവുമേന്തി മന്ദം മന്ദം പല്ലവനീലദേവ സാൽവന്റെ സവിധത്തിലേക്ക് നീങ്ങുമ്പോഴാണ് നിത്യബ്രഹ്മചാരിയായാൽ ബലാത്കാരമായി പിടിച്ചുകൊണ്ടുവരുന്നത്. ഭാരതത്തിന്റെ അന്ന് നിലനിന്നിരുന്ന ഏത് ധർമ്മനീതികളിൽ വെച്ച് അപഗ്രഥിച്ചാലും അനുചിതവും അപകടകരവുമായ ഒരു ചെയ്തി ഒരു ഭാരതീയൻ ചെയ്തു എന്ന വികാരത്തിലോ ഭാരതം ആദരിക്കുന്ന ഒരു ഭക്തൻ ചെയ്തു എന്ന വികാരത്തിലോ അതിനെ ന്യായീകരിക്കുന്നവരുടെ വീട്ടിൽ ചെന്ന് അതേ ഭക്തിയിൽ അയാളുടെ മക്കളെ അല്ലെങ്കിൽ ഭാര്യയെ ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചു നോക്കൂ. മനസ്സിലായില്ല? ഈ വിഗ്രഹം താഴെ വീഴുമ്പോൾ ക്ഷമിക്കണം. അപ്പോ അയാൾ വെച്ചു പുലർത്തിയ ധർമ്മനീതി ലോകനീതികൾക്ക് ചേരുന്നതായിരുന്നില്ല. ഇനി ലോകനീതി വിടാം, സ്വന്തം നീതിക്ക് നിരക്കുമോ? ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മൻ തന്റെ പൗത്രനായ യുധിഷ്ഠിരനോട് പറഞ്ഞു, രാത്രിയുടെ അന്ത്യയാമത്തിൽ, പകലല്ല, സർവാംഗ സുന്ദരിയും സർവാഭരണ വിഭൂഷിതയുമായ യോഷിത്ത് വിജനമായ രാജവീതിയിൽ കിടന്നുറങ്ങുമ്പോഴും അവളുടെ സ്വത്തിനോ മാനത്തിനോ ഭംഗം വരാത്ത രാജ്യം ഉത്തമമാണ്, അത് ഭരിക്കുന്നവൻ ഉത്തമനാണ്. ഇനി അദ്ദേഹത്തിന്റെ ചെയ്തിയിലേക്ക് ഈ നീതി കൊണ്ടുവരൂ. മനസ്സിലായില്ല? ഈ നീതി ഞാൻ പറഞ്ഞതല്ല. ഭീഷ്മൻ ശരശയ്യയിൽ കിടന്ന് മങ്കി ഗീത ഉപദേശിച്ചു കൊടുക്കുന്നതിന് തൊട്ടു മുമ്പ് പൗത്രനായ യുധിഷ്ഠിരനോട് പറഞ്ഞാണ്. മഹാഭാരതത്തിലെ അതിപ്രശസ്തമായ ഗീതയിൽ ഒന്നാണ് മങ്കി ഗീത. 1,25,000 ശ്ലോകങ്ങൾ ഹരിവംശം ഉൾപ്പെടെ വരുന്ന മഹാഭാരതത്തിലെ പ്രകൃഷ്ടവും പ്രസിദ്ധവുമായ സന്ദർഭമാണ് യുധിഷ്ഠിര ഭീഷ്മ സംവാദം. ഈ ഉപദേശം കേട്ടുനിന്ന പാഞ്ചാലിക്ക് സംശയം തോന്നി. രജസ്വലയായിരിക്കുന്ന തന്നെ പ്രകടമായ രാജസദസ്സില് ഒരു പൗത്രൻ വലിച്ചിഴച്ചു കൊണ്ടുവന്നു, വസ്ത്രാക്ഷേപം നടത്തുന്നു. അന്ന് ഈ നീതി എന്തേ ചൊല്ലിക്കൊടുത്തില്ല? മനസ്സിലായില്ല? ഉത്തരവും പറഞ്ഞു. അന്ന് ദുര്യോധനന്റെ ചോറുണ്ട് എന്റെ മനസ്സ് കലുഷിതമായിരുന്നു. ഇന്ന് അമ്പുകൾ കൊണ്ട് ആ രക്തം വാർന്നു പോയപ്പോ ബോധം ഉണ്ടായതുകൊണ്ട് പറയുകയാണ്. ഞാൻ പറഞ്ഞതല്ല, മഹാഭാരതത്തിൽ ഭീഷ്മൻ പറയുന്നതാണ്. ആദരവൊന്നും കുറയ്ക്കണ്ട, ആദരിക്കാൻ വേറെ ഒരുപാട് കാര്യങ്ങൾ ഭീഷ്മനുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ ഭീഷ്മനോട് മൊത്തം ആദരവൊന്നും പോകണ്ട എന്ന് വിചാരിച്ച ആ വിഗ്രഹം
സർവാദരണീയമായി തലയിലേറ്റുകയും വേണ്ട. കാരണം അത് സർവാതിരിക്തമല്ല, ധർമ്മങ്ങൾ മാറുന്നതാണ്. ജീവിതത്തിൽ എത്ര തവണ ഭീഷ്മന്റെ ധർമ്മം മാറി, കൃപരുടെ ധർമ്മം മാറി, അർജുനന്റെ ധർമ്മം മാറി. ധർമ്മവിധികൾ മാറുന്ന ജനങ്ങൾ അത് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതിനെ കാലത്തിനുള്ളിൽ, ദേശത്തിനുള്ളിൽ, ചിന്തയ്ക്കുള്ളിൽ, അതായത് വ്യക്തിക്കുള്ളിൽ കാലപരിച്ഛിന്നവും ദേശപരിച്ഛിന്നവും ജീവപരിച്ഛിന്നവുമായി പരിഗണിക്കുമ്പോൾ അതിന് ശാസ്ത്രീയത ഉണ്ടാവും. പക്ഷെ അവ പരസ്പര വിരുദ്ധങ്ങളാണ്. കാലം മാറുമ്പോൾ വിരുദ്ധങ്ങളാകുന്നവ, ദേശം മാറുമ്പോൾ വിരുദ്ധങ്ങളാകുന്നവ, വ്യക്തി മാറുമ്പോൾ വിരുദ്ധങ്ങളാകുന്നവ. കാലദേശ വ്യക്തിക്ക് അതീതമായൊരു സത്യമുണ്ടോ, അവിടെയേ ശാന്തിയുള്ളൂ. കാലപരിച്ഛിന്നവും ദേശപരിച്ഛിന്നവും വ്യക്തിപരിച്ഛിന്നവുമായ സത്യങ്ങൾക്ക് പരമസത്യത്തിന്റെ മുഖം നൽകി എന്നെങ്കിലും മാനുഷ്യകം ശാന്തി നേടുമോ? അത് ഹിന്ദു കണ്ടുപിടിച്ചതുകൊണ്ടോ, ക്രിസ്ത്യാനി കണ്ടുപിടിച്ചതുകൊണ്ടോ, ഇസ്ലാം കണ്ടുപിടിച്ചതുകൊണ്ടോ സത്യമാകുമോ? അത് ഭാരതീയമെന്ന് പേരിട്ടതുകൊണ്ടോ പാശ്ചാത്യമെന്ന് പേരിട്ടതുകൊണ്ടോ സത്യമാകുമോ? ഇങ്ങനൊരു 1000 ചോദ്യങ്ങൾ ദേശകാല വ്യക്തി പരിച്ഛിന്നതയിൽ ആദ്യം ഉണ്ടാവും. ഈ ചോദ്യങ്ങളുടെ സംഘർഷഭൂവിലാണ് മഹാഭാരത യുദ്ധക്കളത്തിലെ മല്ലന്മാർ. വീരന്മാർ എന്ന പദം ഞാൻ ഉപയോഗിക്കുന്നില്ല. വീരൻ എന്ന പദം ധീരതയുള്ളവനാണ്, അത് ധീയിൽ രമിക്കുന്നവനാണ്. ധീയിൽ ഒരുവൻ രമിക്കുമ്പോൾ അവൻ ശാന്തനാണ്. ആ യുദ്ധക്കളത്തിൽ നിന്നവരെല്ലാം അശാന്തരാണ്. അശാന്തിയിൽ സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് കയ്യിലുള്ള ആയുധങ്ങളിൽ വിശ്വാസവുമായി അവരെത്തിയത്. അവിടെ നിൽക്കുന്ന ആർക്കും സ്വന്തം ബോധത്തിലോ തന്നിലോ വിശ്വാസമില്ല. തങ്ങൾ കൊണ്ടുവന്ന ഇച്ചിരി പോന്ന ആയുധങ്ങളിൽ മാത്രമാണ് വിശ്വാസം. അതോ ഒരു കാലത്തേക്ക് മാത്രം തങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. കാലാതീതമായ ശാന്തി തരാൻ പറ്റില്ല. മഹാഭാരതം തന്നെ അർജുനനെ പഠിപ്പിച്ചു. ഗാന്ധീവം കുലയേറ്റാൻ കഴിഞ്ഞില്ല. പിന്നീട് സ്പീഡ് വേണ്ടതുകൊണ്ടാണ് വളരെ നീട്ടി കണക്ട് ചെയ്യുന്നത്. അടുക്കൂടെ പറഞ്ഞാൽ സമയം കിട്ടുമോ എന്ന് പേടി. അത്രയും ദൂരം നിങ്ങളുടെ മനസ്സിന് ഒന്നിച്ച് ഭാവന ചെയ്യാൻ കഴിയുമെന്നാണ് സംഘാടകർ എന്നോട് പറഞ്ഞു തന്നത്. കാരണം എലഗന്റ് ഓഡിയൻസ് ആണ്, സ്വാമിജി കൂടുതൽ വിസ്തരിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ചെയ്തു നോക്കുകയാണ്. പോരായ്മകൾ ഉള്ളിടത്ത് പറയാം, കൂടുതൽ വിശദീകരിക്കുകയും ചെയ്യാം. മതിയാവുമെന്ന് വിചാരിക്കുന്നു. ആ 2.5 മണിക്കൂറിനുള്ളിൽ ഒതുങ്ങണല്ലോ എന്ന് വെച്ചാണ്. മുഴുവൻ പറയാൻ 2.5 മണിക്കൂർ പോരെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു അരമണിക്കൂർ നിങ്ങളുടെ സംശയങ്ങളും. കാരണം സംശയം തുടക്കത്തിൽ തന്നെ ഉണ്ടാകാൻ ഞാൻ പറഞ്ഞത് മതിയാവുമെന്ന് തോന്നുന്നു, അല്ലേ? വരും, തീർച്ചയായും വന്നാലും പിന്നെയും സംശയം ഉണ്ടാകാനാണ് വഴി. ഉത്തരം മുഴുവൻ നിങ്ങൾക്ക് കിട്ടിയാൽ പിന്നെ ഞാനിവിടുന്ന് ശാന്തനായി പോകില്ലല്ലോ. കുറെ ഭാഗം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഉത്തരം പറയാതെ പോയില്ലെങ്കിൽ സുഖമാവില്ലല്ലോ. ശരിയല്ലേ? ഒന്ന് തീർച്ചയായും ഞാൻ ചെയ്തിട്ട് പോകും. നിങ്ങൾ പഠിച്ചതിന്റെ മുകളിൽ സംഘർഷം ഉണ്ടാക്കി തന്നിട്ട് പോകും. അത് ഞാൻ ഉറപ്പ് പറയാം. ഞാൻ മറ്റുള്ളവരെ പോലെ നിങ്ങളെ സാന്ത്വനിപ്പിക്കാൻ വന്നതല്ല. കാരണം ഞാൻ ഇടർച്ചയുടെ വാളുമായി വന്നതാണ്. തുടക്കത്തിലെ പറഞ്ഞേക്കാം. കാരണം അതുകൊണ്ട് കേൾക്കണോ വേണ്ടോ എന്ന് നേരത്തെ തീരുമാനിക്കുന്നത് ഉചിതമാണെന്ന് സാരം. ഞാൻ ചതിച്ചു എന്ന് പോയി കഴിഞ്ഞ് പറയണ്ട. ഒരുമാതിരി ന്യായമായ സംഘർഷം നിങ്ങൾക്ക് തന്നിട്ടേ ഗുരുവായൂർ വിട്ടു പോവുള്ളൂ.
പറഞ്ഞിട്ട് തരുന്നതല്ലേ അതിന്റെ രസം. അപ്പോ മഹാഭാരതത്തില് അർജുനൻ തന്നെ തന്റെ എല്ലാമെന്ന് കരുതിയിരുന്ന ഗാണ്ഡീവം പഞ്ചനദത്തിൽ വെച്ച് തട്ടിപ്പറിക്കാരായ കാട്ടാളന്മാരോട് ഏറ്റുമുട്ടുമ്പോൾ തങ്ങളെ രക്ഷിച്ചവനും തങ്ങൾക്കെല്ലാം ചെയ്തു തന്നവനുമായ ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണം കഴിഞ്ഞ് ഭോജവൃഷ്ണ്യന്ധക നാരിമാരെയും കൂട്ടി ദ്വാരകയെ കടലാക്രമിച്ചു കഴിഞ്ഞ് ഹസ്തിനപുരത്തിലേക്ക് പോരുമ്പോൾ പഞ്ചനദത്തിൽ വെച്ച് തട്ടിപ്പറിക്കാരായ കാട്ടാളന്മാരുമായി ഏറ്റുമുട്ടുമ്പോൾ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് തന്റെ സർവാതിരീകൃതമായ നേട്ടമെന്നെണ്ണിയ അമ്പൊടുങ്ങാത്ത ആവനാഴിയിൽ കൈയിട്ടപ്പോൾ ഒരമ്പ് പോലും ഉണ്ടായില്ല. പ്രകൃഷ്ടമായ തന്റെ വില്ല് ഗാണ്ഡീവം കുലയേറ്റാൻ കഴിഞ്ഞില്ല. വീരനായ ധീരനായ പേടി വരുന്നവൻ അർജുനപ്പത്ത് ജപിക്കുന്ന സാക്ഷാൽ അർജുനൻ കാട്ടാളന്മാർ പിടിച്ചുകൊണ്ടുപോയതിന്റെ ബാക്കി പെണ്ണുങ്ങളെയും കൊണ്ടാണ് ഹസ്തിനപുരത്തേക്ക് പോകുന്നത്. മഹാഭാരതം അർത്ഥാവത്തിയിൽ എഴുതിയ ഈ വരികളിൽ ആ യുദ്ധക്കളത്തിൽ ആയുധങ്ങളിലെല്ലാം അർപ്പിച്ച് യുദ്ധവും സ്വപ്നം കണ്ടു നിൽക്കുന്ന ആളുകൾ, അവിടെയാണ് മല്ലന്മാർ എന്ന പദം ഉപയോഗിച്ചത്. അവരോരോരുത്തരും ഓരോ ധർമ്മങ്ങളിലാണ്, പലരും പല ധർമ്മങ്ങളിലാണ്. ഗീത ഭഗവാൻ ഒരു ധർമ്മത്തിലേക്ക് പോയി ശാന്തി നേടാനാണ് ഉപദേശിച്ചത്. ഗീതയിലെ തന്നെ വരി ആദ്യം ചൊല്ലാം: സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യഃ മോക്ഷയിഷ്യാമി മാ ശുചഃ. ഈ ശ്ലോകം കേട്ടിട്ടുണ്ടാവും. ഗീതയുടെ സിദ്ധാന്ത ശ്ലോകം ഇതാണ്. അർത്ഥം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അമ്പലത്തിനടുത്തൊക്കെ അല്ലേ ഗുരുവായൂർ, സംസ്കൃതം തന്നെ നന്നായി അറിയുമായിരിക്കും. ദൃശ്യങ്ങളാകുന്ന സമസ്ത ധർമ്മങ്ങളിൽ നിന്നും പിൻവാങ്ങും അർജുന. ഏകവും അദ്വയവും സമസ്തവുമായിരിക്കുന്ന ദൃക്കിൽ നീ നിൽക്കൂ. എല്ലാ യുദ്ധങ്ങളും അവിടെ അവസാനിക്കുന്നു, പരമമായ ശാന്തി ഉണ്ടാവും. ഇതാണ് ഗീതാധർമ്മം. ഇതിന് ഏകാന്ത ഭക്തി എന്ന് വേണമെങ്കിൽ നാമകരണം ചെയ്യാം. വേണമെങ്കിൽ എന്ന് 2 ഇൻവേർട്ടഡ് കോമായില്. കാരണം പേരെന്തിട്ടാലും വിരോധമില്ല എന്ന് സാരം. എന്നെ മാത്രം ശരണം പ്രാപിക്കൂ. ദൃശ്യങ്ങളായ വസ്തുക്കളിൽ ഭ്രമിച്ചിട്ടാണ് നിങ്ങൾ യുദ്ധക്കളത്തിലെത്തിയത്. ഭ്രമം തീർന്നാൽ യുദ്ധമില്ല. ആദ്യം മാനവയുദ്ധം ആരംഭിക്കുന്നത് ഒരേ ദൃശ്യത്തിന് 2 അർത്ഥതലങ്ങൾ ഒരുവൻ നൽകുമ്പോൾ അവനിലെ സംഘർഷമായാണ് യുദ്ധം ആരംഭിക്കുന്നത്. ഒരേ ദൃശ്യത്തെ 2 അർത്ഥതലങ്ങളിൽ 2 വ്യക്തികൾ കാണുമ്പോഴാണ് വ്യക്തികൾ തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുന്നത്. ഒരേ ദൃശ്യം 2 സമുദായങ്ങൾക്ക് 2 വ്യാഖ്യാനങ്ങളിൽ ഉൾക്കൊള്ളേണ്ടി വരുമ്പോഴാണ് സാമുദായിക സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. ഇതൊക്കെ ശരിയല്ലെങ്കിൽ അപ്പോഴപ്പോ പറയണേ. മുന്നോട്ട് നീട്ടിപ്പോയി സംശയം ചോദിക്കാൻ വെച്ചോണ്ടിരിക്കണ്ട. ഇവിടെയൊക്കെ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പറയാം. അല്ലാതെ ലോകത്ത് യാതൊരു യുദ്ധങ്ങളുമില്ല.
നിങ്ങളിൽ കുറെ പേർ ഹിന്ദുക്കളും, കുറെ പേർ ക്രിസ്ത്യാനികളും, കുറെ പേർ മുസ്ലിങ്ങളും, കുറെ പേർ ഷിയയും, കുറെ പേർ സുന്നിയും, കുറെ പേർ നായരും, കുറെ പേർ ഈഴവനും, കുറെ പേർ ഗുരുവായൂരപ്പന്റെ ഭക്തനും, കുറെ പേർ ശിവന്റെ ഭക്തനും ഒക്കെ ആയിരിക്കുന്നത് ദൃശ്യത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായ ഭേദങ്ങളിൽ മാത്രമാണ്. Am I right? അതിൽ നിന്നുകൊണ്ട് സമീചീനമായ സമാധാനവും സന്തോഷവും ഒരിക്കലും ലഭിക്കില്ല. അതിന്റെ ധർമ്മങ്ങളിൽ നിന്ന് മുക്തനാകുവാൻ കഴിയുന്ന കാലത്തു മാത്രമേ ശാന്തിയെപ്പറ്റി സ്വപ്നം പോലും കാണേണ്ടതുള്ളൂ. അത് ഉറപ്പിക്കുന്നതിന്, ആ വികാരങ്ങളും ആ ചിന്തകളും ഉറപ്പിക്കുന്നതിന് മാത്രമുണ്ടായിട്ടുള്ളതാണ് ലോകത്തെ എല്ലാ പ്രാസ്ഥാനിക വികാസങ്ങളും. അതുകൊണ്ട് തന്നെ അവയെല്ലാം വിഷയബന്ധത്തിൽ നിന്നുണ്ടായതാണ്. അത് ഗീതാകാരൻ മനോഹരമായൊരു മുഹൂർത്തത്തിൽ പറയും. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷൂപജായതേ. ഭാഗവതകാരനും പറയും, ഗുരുവായൂരല്ലേ, ഭാഗവതത്തിന് പ്രിയം കൂടുമെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ട് മാത്രം പറയുകയാണ്, തെളിയിക്കാൻ ഭാഗവതം വേണ്ട, ഗീത മാത്രം മതി. എങ്കിലും അത് മറന്നുപോയി ഗുരുവായൂർ വന്നിട്ടൊന്ന് തോന്നണ്ട. വിഷയാൻ ധ്യായത ചിത്തം വിഷയേഷു വിഷജ്ജതേ മാമനുസ്മരത ചിത്തം മയ്യേവ പ്രവിലീയതേ. സപ്താഹങ്ങളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളവരായിരിക്കും. ശാന്തി ഇത് മാത്ര. വിഷയാൻ ധ്യായത ചിത്തം വിഷയേഷു വിഷജ്ജതേ. പദം തന്നെ ഗംഭീരമാണ്. ഷിഞ്ഞ് ബന്ധനേ, വിഷയം വിശേഷേണ ബന്ധനേ. ആരെ ബന്ധിക്കുന്നു? വിഷയത്തിന്റെ അടുത്തിരിക്കുന്നവനെ ബന്ധിക്കുന്നു. ബന്ധിക്കുമ്പോൾ നമ്മൾ അറിയില്ല. കെട്ടി അകത്തിട്ട് കഴിഞ്ഞ് കെട്ടില്ലാതെയാണെന്ന ധാരണയിൽ മറ്റുള്ളവരോട് ഏറ്റുമുട്ടുമ്പോൾ പുറത്തു നിൽക്കുന്നവന് വിവരമുണ്ടെങ്കിൽ മനസ്സിലാവുവൻ കെട്ടിനകത്ത് നിന്നായി പറയുന്നതൊക്കെയാണ്. കെട്ടിൽ കിടക്കുന്നവൻ അപ്പോഴും മനസ്സിലാവില്ല ഞാൻ കെട്ടിനകത്താണ്. ഏത് സിംഹവും പുറത്ത് തുറന്നു വിടുന്നതിനേക്കാൾ കൂടുതൽ അട്ടഹസിക്കുന്നത് കൂട്ടിനുള്ളിലാണ്. ഏത് പട്ടിയെയും കുരയ്ക്കാൻ പഠിപ്പിക്കുന്നത് കെട്ടിയിടുമ്പോഴാണ്. ഈ പദങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോന്നറിയില്ല. സിംഹം എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് രോഷം വരാതിരിക്കാനാണ്. രണ്ടാമത്തെ പദം ഒരു നീച പദമാണെന്ന് തോന്നി വിഷമിക്കേണ്ടെന്ന് വെച്ചാൽ രണ്ടാമത്തത് പറഞ്ഞാലേ എനിക്ക് സമാധാനമാവുള്ളൂ. എല്ലാ നായും നന്നായി കുരയ്ക്കുന്നത് കെട്ടിയിട്ട് ശീലിപ്പിക്കുമ്പോഴാണ്. മനസ്സിലായില്ല? കുറെ കഴിഞ്ഞെങ്കിലും മനസ്സിലാവും. ബന്ധത്തിനുള്ളിലാണ് എല്ലാ വികാരങ്ങളും. ആ ബന്ധത്തിന്റെ കണ്ണിയൊന്ന് വിട്ടാൽ ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയഃ ക്ഷീയന്തേ ചസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ. ആ പരാവരയെ ദർശിച്ചാൽ, ആ പരാവരയെ ദർശിച്ചാൽ ദൃക്കിനെ ഹൃദയഗ്രന്ഥികൾ പൊട്ടും. അപ്പോഴാണ് മൂലാധാരയിക നിലയ വിഷ്ണു ബ്രഹ്മഗ്രന്ഥി വിഭേദിനി അല്ലേ? കേട്ടിട്ടില്ല? ലളിതാ സഹസ്രനാമത്തിലുണ്ട്. ഈ വിഷ്ണുഗ്രന്ഥിയും രുദ്രഗ്രന്ഥിയും ബ്രഹ്മഗ്രന്ഥിയും ഒക്കെ പൊട്ടും. അങ്ങനെ എല്ലാം പൊട്ടി സഹസ്രാരംബുജാരൂഢ സുധാസാരാഭിവർഷിണി തടില്ലതാ സമരുചി ഷഡ്ചക്രോപരി സംസ്ഥിത
അത് ദേവിയെയൊക്കെ പ്രത്യക്ഷപ്പെടുത്താൻ കഴിയും. ആ പരാവരയെ ദർശിച്ചാൽ അവിടം വരെ യുദ്ധകളത്തിലാണ്. അപ്പോ വിഷയാൻ ധ്യായത ചിത്തം വിഷയേഷു വിസജ്ജതേ. വിഷയം ബന്ധിക്കുന്നത് വാചസ്പതി മിശ്രൻ അല്പം കൂടെ കട്ടിയിൽ പറയും. വിഷിണ്വന്തി വിഷയിണമനുബധ്നന്തി സ്വേനരൂപേണ നിരൂപണീയം കുർവന്തി ഇതി വിഷയാഹ എന്ന് വിഷയ നിർവചനം. ഗീതാകാരൻ ഭംഗിയുള്ള വാക്കുകളിൽ പറയും. ധ്യായതോ വിഷയാൻ പുംസഹ, വിഷയത്തെ ധ്യാനിക്കുന്ന പുരുഷൻ. സംഘസ്ഥേഷൂപജായതേ, സംഘം ഉണ്ടാവും. സംഘാൽ കാമം ഉണ്ടാവും. കാമാൽ ക്രോധം ഉണ്ടാവും. ക്രോധാൽ സമ്മോഹം ഉണ്ടാവും. സമ്മോഹാൽ സ്മൃതിഭ്രംശം ഉണ്ടാവും. സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശം ഉണ്ടാവും. ബുദ്ധിനാശാൽ പ്രണാശം ഉണ്ടാവും. ആ യുദ്ധക്കളത്തിൽ വന്നിരിക്കുന്ന ഭീഷ്മർ മുതൽ അർജുനൻ വരെയുള്ളവരുടെ നിലയായി പറഞ്ഞത്. അവരെ യുദ്ധക്കളത്തിൽ കൊണ്ടുവന്നത് വിഷയധ്യാനമാണ്. വിഷയധ്യാനമില്ലായിരുന്നെങ്കിൽ ആരും ഈ യുദ്ധക്കളത്തിൽ വരില്ല. അഥവാ വന്നാലും യുദ്ധത്തിന് വരില്ല. അത് മനസ്സിലാക്കാനാണ് രണ്ട് അക്ഷങ്ങളിലും ദുര്യോധനനോടും അർജുനനോടും സ്പഷ്ടമായി പറഞ്ഞത്, നിങ്ങളോടൊപ്പം യുദ്ധം എനിക്കില്ല, ആയുധമില്ലാത്ത തേരാളിയായി വരാം. ഭാരതീയ ചിന്ത ഗുരുകുലങ്ങളിൽ നിന്ന് പഠിച്ച ഒരുവന് യുദ്ധക്കളത്തിന്റെ മധ്യവും മറ്റൊരു ഗുരുകുലമായിരിക്കും. അതാണ് ഗീതയുടെ മഹത്വം, ലോകത്തിന് ഗീത കൊടുക്കുന്ന സന്ദേശവും. ഇത് ഞാൻ അതിന്റെ വികാരപരതയ്ക്ക് ശമനം വരാൻ പുറം ഭാഗത്ത് പറഞ്ഞതായി മാത്രം കരുതിയാൽ മതി. ഇതുകൊണ്ട് ഞാൻ അവതരിപ്പിച്ച പ്രശ്നങ്ങൾക്ക് സമാധാനമാവില്ല. താർക്കിക മര്യാദകൾ അറിയുന്നവർ ഇരിപ്പുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞതിനെ അപഗ്രഥിക്കാം. അർജുനൻ ബന്ധുക്കളെ കണ്ടല്ല യുദ്ധക്കളത്തിൽ വീണതെന്ന് ഗീത പറയുന്നുവെന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലേ? ഞാൻ നിങ്ങളോട് പറയുന്നുവെന്നായിരുന്നെങ്കിൽ സമാധാനിക്കായിരുന്നു, ആർക്കും എന്തും പറയാം. നിങ്ങൾ ഗീതയിൽ വായിച്ചിട്ടുണ്ട് രംഗം. മഹാഭാരതവും ഗീതയും ചേർത്ത് വെച്ച് വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇന്ന് തന്നെ പോയി ഗീത വായിക്കുന്നതോടൊപ്പം മഹാഭാരതം BC റോയിയുടെ ആംഗലേയ പരിഭാഷയുണ്ട്. നിങ്ങളിൽ പലരെയും കാണുമ്പോൾ ആംഗലേയ ഭാഷ കൂടുതൽ മനസ്സിലാകുന്നവരാണെന്ന് തോന്നുന്നു. അതാവാം. മലയാള ഭാഷ നന്നായി മനസ്സിലാവുമെങ്കിൽ പ്രകാശത്തിന്റെ തർജ്ജമ ഗദ്യത്തിലുണ്ട്. പഴയ ആളുകൾ ഉണ്ടെങ്കിൽ പദ്യം നല്ലപോലെ രുചിക്കുമെങ്കിൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ പദ്യവിവർത്തനവുമാകാം. സംസ്കൃതം മൂലം വായിച്ചാൽ വലിയ വ്യാഖ്യാനമില്ലാതെ മനസ്സിലാകാനുള്ള തരത്തിൽ നിങ്ങൾ പ്രവരന്മാരാണെങ്കിൽ, കുറെ പേര് അങ്ങനെ ഉണ്ടാവും ഗുരുവായൂരില്ലേ, അവർക്ക് ഗീതാപ്രസ് മഹാഭാരതം മുഴുവൻ ഇറക്കിയിട്ടുണ്ട്. ശ്ലോകങ്ങൾ വ്യാസന്റെ വാചകത്തിൽ, അതും വായിക്കാം. അവിടെ എവിടെയെങ്കിലും വായിച്ചു നോക്കിയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അവിടെ ഇല്ലാത്തതാണ്, എന്റെ കപോലകൽപ്പിതമാണെങ്കിൽ തീർച്ചയായും പറയണം, പിന്നീടാണെങ്കിലും. മറിച്ച് നിങ്ങൾ കണ്ട സീരിയലുകൾ, മഹാഭാരതം സീരിയൽ, വായിച്ച ചിത്രകഥകൾ, മറ്റുള്ളവർ ഗീതയെക്കുറിച്ചും മഹാഭാരതത്തെക്കുറിച്ചും എഴുതിയ പഠനങ്ങൾ, രണ്ടാം ഊഴം ഉൾപ്പെടെ അവയാണ് പ്രമാണഗ്രന്ഥങ്ങളായി നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ അവരോട് എനിക്ക് സംസാരിക്കാനില്ല. വളരെ ശക്തമായി പറഞ്ഞേക്കാം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നതായിരിക്കുന്നു. രണ്ടാം ഊഴം, മൂന്നാം ഊഴമല്ല. MG വാസുദേവൻ നായരുടെയാണ്.
അങ്ങനെയാണ്ടാണെന്ന് തോന്നുന്നു പുസ്തകത്തിന്റെ. അപ്പൊ അവയൊക്കെ ചിലപ്പോൾ പ്രമാണമായി വരും. കാരണം ഈ അടുത്ത കാലത്ത് ഒരു കാഥികൻ മഹാഭാരതം എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് പറഞ്ഞ് പഠിപ്പിക്കുന്നത്, MTയുടെ എന്ന് പറഞ്ഞല്ല, വളരെ അടിച്ചാ പറയുന്നത്. ഇടയ്ക്ക് ഗീതയുടെ ശ്ലോകമൊക്കെ ചൊല്ലും. പണ്ഡിതനാണ്, ഹൈന്ദവ ദേശീയതയിലൊക്കെ വളരെ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ പ്രമാണമായി ചൊല്ലുന്നതൊക്കെ ഈ രണ്ടാം ഊഴത്തിൽ നിന്നാണ്. അത് വെച്ച് തർക്കിക്കുകയും ചെയ്യും അവശ്യം സ്റ്റേജിലൊക്കെ. നിങ്ങളിൽ ചിലരും എഴുന്നേറ്റേക്കും. അവരോടൊന്നും എനിക്ക് മറുപടിയില്ല. മഹാഭാരത ഗ്രന്ഥത്തിൽ ഗീത ഉപപർവത്തിലാണ് ഗീത ആരംഭിക്കുന്നത്. മഹാഭാരതം ഭീഷ്മപർവം 13-ാം അധ്യായത്തോടെയാണ് ഗീതാ ഉപപർവം ആരംഭിക്കുന്നത്. മഹാഭാരതം ഭീഷ്മപർവം 2-ാം അധ്യായത്തിലാണ് വ്യാസനും ധൃതരാഷ്ട്രനും തമ്മിൽ കണ്ടുമുട്ടുന്നത്. അന്നാണ് പ്രകൃതിയെ നോക്കി വ്യാസൻ വരാനിരിക്കുന്ന വിപത്തിനെ കുറിച്ച് ധൃതരാഷ്ട്രനോട് പറയുന്നത്. നിനക്ക് കാലൻ പുത്രനായി ജനിച്ചിരിക്കുന്നു, വൃദ്ധിക്ഷയങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നു, ഒരു സ്ത്രീ 3-ഉം 3-ലധികവും കുഞ്ഞുങ്ങളെ ഒന്നിച്ച് പ്രസവിക്കുന്നു, പ്രസവിച്ച ഉടനെ പല്ലുള്ള കുഞ്ഞുണ്ടാകുന്നു, തലമുടി നിറഞ്ഞ് സമൃദ്ധമായ കുഞ്ഞ് ജനിച്ചിരിക്കുന്നു. ഇതൊക്കെ വിനാശത്തിന്റെ സൂചനയാണ് പുത്ര. നീ നിന്റെ പുത്രനെ ഉപദേശിക്കൂ. വരാനിരിക്കുന്ന വിപത്തിന് നിന്റെ പാരമ്പര്യം കാരണമാകാതിരിക്കട്ടെ. ഇതെല്ലാം എനിക്കും അറിയാം പിതാവേ. ഇതൊക്കെ അവശ്യംഭവിയാണ് എന്ന പുത്രന്റെ വാക്ക് കേട്ട് നടക്കാനിരിക്കുന്ന വിപത്ത് കാണാൻ നിനക്ക് ഞാനിതാ ഒരു ദിവ്യ ചക്ഷുസ് തരുന്നു എന്ന് വ്യാസൻ പറഞ്ഞപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. വ്യാസൻ അത് സഞ്ജയന് കൊടുത്ത് പിരിയുകയും ചെയ്തു. ധൃതരാഷ്ട്രൻ തന്റെ മന്ത്രിയും സഹോദരനുമായ വിതുരനെ വരുത്തി വിതുരനീതി മുഴുവൻ കേട്ടു. കഴിഞ്ഞ് സനത്സുജാതീയവും കേട്ടു. കഴിഞ്ഞ് ഏകാന്തതയിലായ ധൃതരാഷ്ട്രൻ സഞ്ജയനെ വരുത്തി. സഞ്ജയൻ അടുക്കലിരുന്ന് ഭാരതത്തിലെ നദികൾ, ഉപവനങ്ങൾ, തടിനികൾ ഇവയെ പറ്റിയൊക്കെ വിസ്തരിച്ച് പറഞ്ഞു. മഹാഭാരത യുദ്ധക്കളത്തില് യുദ്ധം സമാഗതമായി എന്നറിഞ്ഞ സഞ്ജയൻ ധൃതരാഷ്ട്രനെ വിട്ട് യുദ്ധക്കളത്തിലേക്ക് പോയി. തെറ്റിദ്ധാരണയരുത്, ലൈവ് ടെലികാസ്റ്റ് അല്ല ഗീത. മനസ്സിലായില്ല? അങ്ങനെയാണ് നിങ്ങളിൽ അധികം പേരും ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഭാഗം പറയേണ്ടി വന്നത്. ഞാൻ പറഞ്ഞത് ശരിയാണോ? നിങ്ങൾ അധികം പേരും ധരിച്ചിരിക്കുന്നത് സഞ്ജയൻ എന്ന TV യുദ്ധക്കളത്തിലെ സംഭവം ലൈവ് ടെലികാസ്റ്റ് അങ്ങനല്ലേ? അങ്ങനെ അല്ലാതെ ധരിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? സഞ്ജയൻ യുദ്ധക്കളത്തിലേക്ക് പോവുകയാണ് മാംസചക്ഷുസ് കൊണ്ട് യുദ്ധം കാണാൻ. ദിവ്യ ചക്ഷുസ് മാംസനിബദ്ധമായ ഈ ലോകം കാണാനുള്ളതല്ല. ഇവിടെ ഇരുന്നു കൊണ്ട് മറ്റൊരു സ്ഥലത്ത് നടക്കുന്ന സംഭവങ്ങളെ അറിയാനുള്ളതല്ല ദിവ്യ ചക്ഷുസ്. സംഭവങ്ങളുടെ അകക്കണ്ണറിയാനുള്ളതാണ് ദിവ്യ ചക്ഷുസ്. മനസ്സിലായില്ല? ഇപ്പൊ തന്നെ സംഘർഷമായില്ലേ? ഇനി തീരണമെങ്കിൽ പോയി ഭാരതം എടുത്ത് പഠിക്കണ്ടേ? നൂറ്റാണ്ടുകളായി പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനം വീട്ടിൽ ചെന്ന് മഹാഭാരതം എടുക്കുക, ഏത് പുസ്തകവും എടുക്കാം, ഏത് വിവർത്തനവും എടുക്കാം, മഹാഭാരതത്തിൻ്റെതായിരിക്കണം. എഴുത്തച്ഛന്റെ തർജ്ജമ പറ്റില്ല, അതിലിതില്ല. മൂലം എടുത്ത് വായിച്ചു നോക്കാം. സഞ്ജയൻ മാംസചക്ഷുസ്സുകൊണ്ട് യുദ്ധക്കളത്തിൽ പോയി അവിടുത്തെ എല്ലാ അറേഞ്ച്മെന്റും കണ്ടു.
ഗീതോപദേശം മുഴുവൻ മാംസകർണങ്ങൾ കൊണ്ട് കേട്ടു. പത്ത് ദിവസത്തെ യുദ്ധം കണ്ടു. 10ാം ദിവസം ശിഖണ്ഡിയെ പുരസ്കരിച്ചു നിന്ന് അർജുനനാൽ ഭീഷ്മ പിതാമഹൻ തേരിൽ നിന്ന് വീഴിപ്പിക്കപ്പെട്ട് ശരതൽപ്പത്തിൽ ശയിക്കുന്നത് സ്വന്തം മാംസ കണ്ണുകൾ കൊണ്ട് കണ്ടു. സഞ്ജയൻ യുദ്ധക്കളത്തിൽ നിന്ന് ഓടി ധൃതരാഷ്ട്രന്റെ അടുക്കലേക്ക്. ഈ ഫ്ലാഷ് ബാക്കാണ് ഭീഷ്മപർവം 13ാം അധ്യായം. ഇങ്ങനെയാണോ കേട്ടിരിക്കുന്നത്? ഇങ്ങനെയാണോ കേട്ടിരിക്കുന്നത്? സൂപ്പർ ഫ്ലാഷ് ബാക്കിലൊന്നാണ്. IVC ശിവ കണ്ടിരുന്നെങ്കിൽ അത്ര ഭംഗിയായിട്ടാണ് ഇത് വരച്ചു വെച്ചിരിക്കുന്നത്. ഭീഷ്മര് വീണ് കഴിഞ്ഞ് നേരെ ഓടുകയാണ്. നേരെ വന്ന് ധൃതരാഷ്ട്രന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അന്ധനായതുകൊണ്ട് ധൃതരാഷ്ട്രനെ ഉണർത്തിച്ചു. ഞാൻ സഞ്ജയനാണ്, അങ്ങയ്ക്ക് നമോവാകം. വാക്കൊക്കെ ഇങ്ങനെ തന്നെ നമുക്ക് വായിച്ചു നോക്കാം. ഞാൻ സഞ്ജയനാണ്, അങ്ങയ്ക്ക് നമോവാകം. ആരുടെ ബാഹുബലം കണ്ടിട്ടാണോ അങ്ങയുടെ പുത്രനായ ദുര്യോധനൻ പാണ്ഡവന്മാരെ കൂട്ടാക്കാതിരുന്നത്? ആ മഹാസത്വൻ അങ്ങയുടെ പിതാവ്, ശാന്തനവൻ. ശിഖണ്ഡിയെ പുരസ്കരിച്ചു നിന്ന അർജുനനാൽ തേരിൽ നിന്ന് വീഴിക്കപ്പെട്ട് ശരതൽപ്പത്തിൽ ശയിക്കുന്നു. യുദ്ധക്കളത്തിൽ നിന്ന് ഗാവൽഗണി ഓടി വന്നു പറഞ്ഞു എന്നാണ് പ്രത്യേകം എഴുതിയിരിക്കുന്നത്. ഗാവൽഗണന്റെ പുത്രൻ സഞ്ജയൻ. പതിനാല് മുതൽ 24 വരെ അധ്യായങ്ങളിൽ ധൃതരാഷ്ട്രന്റെ ഞെട്ടലാണ്. സഞ്ജയ, എന്റെ പിതാവ് വീണപ്പോൾ നിനക്കെന്തു തോന്നി? ആരുടെ സൈന്യമാണ് മുന്നിൽ നിന്ന് പൊരുതുന്നത്? ആരാണ് അവന്റെ പാർശ്വങ്ങളെ രക്ഷിച്ചത്? ആര് പരാജിതനെ പോലെ കാണപ്പെട്ടു? ആരാദ്യം വെല്ലുവിളിച്ചു? സഞ്ജയ, മുനിമാർ ചമച്ചുവെച്ച ക്ഷത്രിയധർമ്മം ഭീകരമാണ്. അതിന്റെ ബലത്തിലാണല്ലോ പിതാമഹന്റെ നെഞ്ചിലേക്ക് പൗത്രൻ അസ്ത്രങ്ങൾ അയച്ചത്. ഇല്ല സഞ്ജയ, ഈ ഭൂമി ഭീഷ്മൻ വീണിട്ടും പർവ്വതങ്ങളോടുകൂടി കടലിൽ താണുപോയില്ലേ? പറയൂ സഞ്ജയ, എന്റെ പുത്രൻ ദുര്യോധനൻ വരുത്തിക്കൂട്ടിയിട്ടുള്ള എല്ലാ ദുഷ്ചെയ്തികളും കേൾക്കാൻ ഞാൻ ഒരുക്കമാണ്. മുഴുവൻ വിശദമായി പറയും. ഈ ഭാഗം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരുപാട് സമയം എടുക്കും. കാരണം 11 അധ്യായം